സത്യം പറഞ്ഞാൽ നമ്മൾ മസാജ് എടുക്കാൻ വേണ്ടി ചെടി പോടുന്നൊന്നുമില്ല. ഇങ്ങനെ ഒരു സാധനം വാങ്ങിയാൽ മതി. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചിലപ്പോൾ ഞാൻ വാങ്ങും. അപ്പം കിച്ചണിൽ ഇന്ന് ഫുള്ള് പച്ചിലയും പച്ച പച്ച പച്ച. അപ്പം രാവിലെ തന്നെ പതിവ് പോലെ വെറും വയറ്റിൽ വെള്ളം കൂടിയാണ്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരു ഗ്ലാസ് അല്ല 2-3 ഗ്ലാസ് കുടിക്കുന്നുണ്ട്. ഇവിടെ നല്ല ക്ലൈമറ്റ് തണുപ്പാണെങ്കിലും നമ്മളെ സ്കിന്ന് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആവും. നമ്മൾ വെള്ളം കുടിച്ചാലും നമ്മളെ മൂത്രത്തിൻ്റെ കളറൊക്കെ മാറും. ഒരുപാട് വെള്ളം കുടിക്കണം. നമ്മൾ ഭയങ്കര പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നു, ബോഡി പെട്ടെന്ന് ടയേർഡാവും. അതുകൊണ്ട് രാവിലെ ഞാൻ ഓൾറെഡി വെള്ളം കുടിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ വീണ്ടും ഞാൻ എടുത്തത്. ജസ്റ്റ് ഒരു ഡെയിലി റൂട്ടീനുള്ള രീതി കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെള്ളം കുടിച്ചതിന് ശേഷം ഇവിടെ വന്നിട്ട് അസിഡിറ്റി പിടിപെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് കക്കിരിക്കയും പിന്നെ ഒരു ഇലയുണ്ട്. ആ ഇലേൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ആ ഇലയും കക്കിരിക്കയാണ് രാവിലെ തന്നെ കഴിക്കുന്നത്. കാരണം നമ്മളെ ബോഡി ആസിഡ് ആയിട്ടാകുമ്പം, അതായത് നമ്മൾ അസിഡിറ്റി പറഞ്ഞാൽ ആസിഡാണല്ലോ, അപ്പോൾ ആസിഡിനെ കുറക്കാൻ വേണ്ടിയിട്ട് ആൽക്കലൈൻ കണ്ടൻറ്റുള്ള ഫുഡാണ് കഴിക്കേണ്ടത്. നമ്മൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. ആസിഡിറ്റി, അൾസർ, പിത്തം പ്രശ്നമെല്ലാം വരുമ്പം അപ്പോൾ നമ്മൾ ആൽക്കലൈൻ കണ്ടൻറ്റുള്ള ഫുഡ്, ഇങ്ങനെയുള്ള പച്ചിലകൾ നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെയൊന്നും കിട്ടാൻ സാധ്യതയില്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കക്കിരിക്കയും പിന്നെ കുമ്പളങ്ങയെല്ലാം. അപ്പോൾ ഞാൻ കക്കിരിക്ക കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിത് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായത്. കക്കിരിക്ക ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, ഇല മാത്രമാണ്, പച്ചക്കാണ് ഇല കഴിക്കുന്നത്. കക്കിരിക്ക പച്ചക്ക തന്നെയാണ് കഴിച്ചത്. പിന്നെ ഫുഡ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുക്ക് ചെയ്ത ഫുഡ് കഴിക്കുള്ളൂ. വേവിക്കാത്ത ഫുഡും വേവിച്ച ഫുഡൊന്നും ഒന്നിച്ച് കഴിക്കാൻ പാടില്ല, ഞാൻ കഴിക്കാറുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ അടുക്കള. ഇപ്പം ഇത് നല്ലൊരു അടിപൊളി വീടാണ്, അപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ മ്യൂസിക് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഡാൻസ് ചെയ്യുന്നത്. എൻ്റേതായ സ്റ്റെപ്പാണ്, എവിടെയും നോക്കി കണ്ടും പഠിച്ചതെന്നല്ല. അപ്പം ഞാൻ ഈ അപ്പാർട്ട്മെൻറ്റിൽ ഒരു ഹോം ടൂർ ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്കൊരു വീട് വെക്കാൻ പ്ലാനുണ്ട്. വെക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ഓപ്പൺ കിച്ചണുള്ള ഒരു വീട് ഞാൻ ഹോം ടൂർ ചെയ്യാം കേട്ടോ. ഓപ്പൺ കിച്ചണാണ്, 2 ബെഡ്റൂമുണ്ട്, ബാത്റൂം, പിന്നെ എന്താ പറയുക, ലിവിങ് റൂം 2 ഉണ്ട്. നമുക്ക് ഒരു 2 പേർക്കൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. പിന്നെ ഇതാണ് ആ സംഭവം, മസാജ് ചെയ്യുന്നത്. നമുക്ക് ഇരുന്നിട്ട് ചെയ്യുന്നത് വേറെ തന്നെ വാങ്ങാൻ പറ്റും. പിന്നെ ഈ ഒരു സാധനം സിമ്പിളാണ്, ചെറുതാണ്. നമുക്ക് ഏത് ഭാഗത്താണോ പ്രശ്നം ആ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ ആയുർവേദ ഒഴിച്ചൽ അങ്ങനത്തെ എല്ലാം എടുക്കലില്ലേ, അപ്പം നമുക്കത് ട്രാവൽ ചെയ്യുമ്പം പോയി എടുക്കാനോ ചെയ്യാനൊന്നും ആവില്ലല്ലോ. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുള്ളതാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് വലിയ പൈസയൊന്നുമല്ല, ഒരു 3000 രൂപേൻ്റെ അടുത്തുണ്ട്. ഓൺലൈനിലാണ് പുള്ളിക്കാരി വാങ്ങിയത്. അപ്പം ഞാനിത് വാങ്ങുന്നുണ്ട്. നാട്ടിൽ വന്നിട്ട് എനിക്കിത് വേണം. നമുക്ക് നമ്മളെ മൈൻഡിന് പ്രോബ്ലം വരുമ്പോൾ നമ്മളെ ബോഡീനെ ബാധിക്കും. അപ്പോൾ നമ്മളെ ബോഡി, ഇപ്പം നമ്മൾ മൈൻഡിന് പ്രശ്നമില്ലെങ്കിലും ബോഡീനെ ബാധിക്കും. നമ്മൾ പല പല പണികളൊക്കെ എടുക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഈ മസിൽ പെയിനും ബോഡി ടെൻഷനെല്ലാം ആകുമ്പം മസാജ് ചെയ്യുന്നത് നല്ലതാണ്, അല്ല മസാജ് എടുക്കുന്നത് നല്ലതാണ്. അഭ്യംഗം ഒഴിച്ചുള്ള ആയുർവേദത്തിൽ അങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനൊരു യന്ത്രം, മെഷീൻ നമുക്ക് വാങ്ങി വെച്ചാൽ നമുക്ക് എവിടെയും പോകണ്ട. കറണ്ട് ബില്ല് ലേശം കൂടുന്നേ ഉള്ളൂ, ചെറുതായിട്ട്. നല്ല സുഖം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ നട്ടലുണ്ടല്ലോ, 2 ദിവസം യാത്ര ചെയ്ത് വന്നതല്ലേ, നട്ടലിന് നല്ലൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടായിന്. ഇപ്പം ഞാനിത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായി. നല്ല ഫീലാണ് ഈ ബബിൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പം. നമ്മളെ ആ മസിലിൻ്റെ ഭാഗത്ത് നല്ലൊരു റിലീഫ് കിട്ടും, നമ്മളെ പ്രോബ്ലം ഉള്ള സ്ഥലത്ത്. അപ്പോൾ ഇതിന് 4 ഉണ്ടയാണ്, ഞാൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ബൾബ് കത്തിച്ച പോലെ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് എനിക്കറിയില്ല. സ്വിച്ച് ഇടാനറിയാം, സ്വിച്ച് ഓഫ് ആക്കാനറിയാം, ഇതെങ്ങനെ വെക്കണ്ടേന്നറിയാം. അപ്പോൾ ബോഡി മൊത്തം വെക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വെക്കുമായിരുന്നു, വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പുറത്തെ വീട്ടിലൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു, കുട്ടീനെ കൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യിപ്പിച്ചത്. ഇതിപ്പോൾ കാണിക്കുന്ന വീഡിയോ മൊത്തത്തിൽ നിങ്ങളിങ്ങനെ കാണിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ ലിവിങ് റൂമാണ്. വലിയ TV ഉണ്ട് ഇവിടെ. ഞാനത് ഹോം ടൂർ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ വന്ന കുട്ടീൻ്റെ പേരെന്താ, കാതറിൻ അങ്ങനെ എന്തോ ആണ്.
നല്ല ക്യൂട്ടാണ്, വളരെ സ്മാർട്ടായ ഒരു കുട്ടിയാണ്. അപ്പം നല്ല ഭംഗി, എനിക്ക് ഭയങ്കര റിലീഫ് കിട്ടി. എൻ്റെ കഴുത്തിനൊക്കെ നല്ലൊരു കടച്ചിലുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഇതിനൊന്നും ഒരു നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇവിടെയെല്ലാം ഉണ്ടല്ലോ മാസത്തിലൊരു തവണ ഈ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒഴിച്ചിൽ, മസാജ് അങ്ങനത്തെ എല്ലാം എടുക്കാൻ ആളുകൾ പോകും. നമ്മളിപ്പോൾ യോഗയും മെഡിറ്റേഷനും ചെയ്യുന്നില്ലേ, അപ്പം നമ്മൾ ബോഡിക്ക് ഇങ്ങനെ മസിലിനൊക്കെ നല്ല റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് ഇങ്ങനൊരു സാധനം വാങ്ങിയിട്ട് വീട്ടിൽ വെക്കാം. അപ്പം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് സൗണ്ട് കുറച്ചിട്ടാണ്, മൈക്കും ഇല്ല. പിന്നെ അപ്പുറം ഒരു പുള്ളിക്കാരി മെഡിറ്റേഷനില്ല, അതാണ് ഞാൻ ഒച്ച കുറച്ച് പറയുന്നത്. അപ്പം ഞാൻ ഈ യന്ത്രം എൻ്റെ കാലിൻ്റെ അടിയിൽ, തൊടേൻ്റെ അടിയിലും കാഫ് മസിലിൻ്റെ അടിയിലും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം ഞാൻ വന്നത് ഫ്ലൈറ്റിൽ 3 ഫ്ലൈറ്റ് കയറിയിട്ടാണ് ഞാൻ വന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്താ, ബോഡിക്ക് നല്ലോണം കുഴപ്പമുണ്ട്. പക്ഷേ വലിയ കുഴപ്പമില്ല, ഒരുതരം കടച്ചൽ. പിന്നെ ഇപ്പോൾ ഇവിടെ വിൻ്ററും ആണ്, വിൻ്ററിൻ്റെ തണുപ്പിൻ്റെ കുഴപ്പമുണ്ടല്ലോ, മഴയും പെയ്യുന്നുണ്ട്, നല്ല തണുപ്പാണ്. അതുകൊണ്ട് മൊത്തം സോക്സ് കണ്ടോ, കാലിന് സോക്സ്. അങ്ങനെയാണ് ഈ സംഭവം. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആർക്കെങ്കിലും വേണമെങ്കിൽ ഓൺലൈനിൽ സെർച്ച് ചെയ്യാം. ഇതിൻ്റെ പേര് ഇപ്പോൾ എന്തെന്നാണ്, മസാജ് ചെയ്യുന്ന മെഷീൻ. മസാജ് മെഷീൻ അങ്ങനെ ടൈപ്പ് ചെയ്തൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അടിപൊളിയാണ് കേട്ടോ.